ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ് സാർ. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, എല്ലാവരും നോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ചെയ്തിട്ടുണ്ട് സാർ. ചെയ്തിട്ടുണ്ട്. സാർ. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ എല്ലാവരും. The Mali Empire. The Mali Empire was one of the famous empire of medieval Africa. The centers of administration was Mali in West Africa. Observe the map and locate the areas that came under the Mali Empire. അവിടെ ഒരു മാപ്പ് കൊടുത്തേക്കുന്നത് കണ്ടോ? ആ മാപ്പ് കൊടുത്തെടുത്ത് ആ മാപ്പ് നോക്കിയിട്ട് മാലി എംപയർ എവിടേക്കാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക കേട്ടോ. Kangan Musa was a famous ruler of medieval Africa who was known in European records as Mansa Musa. ഇന്ന് വേറെ ആരുടെയും ക്ലാസ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടോ? വേറെ ആരുടെയും ക്ലാസ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടോ മക്കളെ? ഇല്ല സാർ. ഇല്ല സാർ. ഇല്ല സാർ. സാറിന് മാത്രം ക്ലാസ് ഇല്ല സാർ. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ. മ്യൂട്ട് ചെയ്തോളൂ. പറയൂ കേൾക്കാം. പറയൂ. എന്താണ്? എന്താ കേട്ടില്ലടാ. പേജ് നമ്പർ 16. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ. Mali had huge treasures of gold and hence it was a very wealthy region at that time. ഇവിടെ മധ്യകാല ആഫ്രിക്കയില് നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രസിദ്ധമായിട്ടുള്ള സാമ്രാജ്യങ്ങളിൽ ഒരു സാമ്രാജ്യമായിരുന്നു മാലി സാമ്രാജ്യം. ഏതാണ്ട് ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് വെസ്റ്റ് ആഫ്രിക്കയിലെ അതായത് പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ മാലി ആയിരുന്നു ഈ സാമ്രാജ്യത്തിന്റെ ആസ്ഥാനം. അവിടെ ഒരു ഭൂപടം കൊടുത്തിട്ടുണ്ട്. ആ ഭൂപടത്തിൽ നോക്കിയിട്ട് ആഫ്രിക്കയുടെ ഏതെല്ലാം പ്രദേശങ്ങളിലാണ് മാലി എന്ന് കണ്ടെത്താൻ
ശ്രമിക്കുക. പാശ്ചാത്യ രാജ്യങ്ങളിലെ രേഖകളിൽ, അതായത് യൂറോപ്യൻ രേഖകളില് മൺ സമൂസ, തിന്നുന്ന സമൂസ അല്ലേ, മൺ സമൂസ എന്ന പേരിലാണ് എന്തോ അതൊരാളാണോ സമൂസ? ആണാണ് കേട്ടോ. കങ്കൻ മൂസ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പക്ഷേ എങ്കില് യൂറോപ്യൻ രേഖകളില് അദ്ദേഹത്തെ അറിയപ്പെടുന്ന മൺ സമൂസ എന്ന പേരിലാണ് കേട്ടോ. കങ്കൻ മൂസ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹത്തെയാണ് മധ്യകാല ആഫ്രിക്കയിലെ പ്രസിദ്ധനായിട്ടുള്ള ഭരണാധികാരിയായിട്ട് കണക്കാക്കിയിട്ടുള്ളത്. മാലിയില് വലിയ രീതിയിലുള്ള ഗോൾഡിന്റെ ട്രഷേഴ്സ് അഥവാ സ്വർണത്തിന്റെ ശേഖരമുണ്ടായിരുന്നു. കൂടാതെ അക്കാലത്തെ സമ്പന്നമായ പ്രദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇത്. മനസ്സിലായോ? മനസ്സിലായി സാർ. ഓക്കെ, മനസ്സിലായി സാർ. മനസ്സിലായി സാർ. ഓക്കെ, മനസ്സിലായി സാർ. ഓക്കെ, ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ. അപ്പോൾ അടുത്തത് ടിംബുക്ടു ആണ്. ടിംബുക്ടു in Empire of Mali. Mali was the most important cultural and commercial centers of medieval Africa. Merchants from Venice, Granada and Genoa reached Timbuktu for marketing their merchandise such as gold and ivories. It was also a centers of slave trade, അതായത് അടിമക്കച്ചവടം. മധ്യകാല ആഫ്രിക്കയിലെ പ്രധാനപ്പെട്ട സാംസ്കാരിക കേന്ദ്രം അഥവാ കൾച്ചറൽ സെന്ററും കൊമേഴ്ഷ്യൽ സെന്റർ അഥവാ വ്യാപാര കേന്ദ്രവുമായിരുന്നു മാലി സാമ്രാജ്യത്തിലെ തിംബുക്തു. വെനീസ്, അതേപോലെ തന്നെ ഗ്രാനഡ, ജനോവ എന്നീ പ്രദേശങ്ങളിൽ നിന്നും വ്യാപാരികൾ സ്വർണം, ആനക്കൊമ്പ് എന്നിവയുടെ കച്ചവടത്തിനായിട്ട് തിംബുക്തുവില് എത്തിയിട്ടുണ്ടായിരുന്നു. മറ്റൊരു കാര്യം, ഇവിടം അടിമക്കച്ചവടത്തിന്റെയും മറ്റൊരു കേന്ദ്രം കൂടി ആയിരുന്നു. അടിമക്കച്ചവടത്തിന്റെ മറ്റൊരു കേന്ദ്രം കൂടിയായിരുന്നു ഇവിടം. The University of Timbuktu was one of the leading centers of
of knowledge of that period. The university attracted students from all parts of the world. അതായത് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഈ യൂണിവേഴ്സിറ്റിയിൽ അട്രാക്റ്റഡ് ആയി ആകൃഷ്ടരായിട്ട് എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്റ്റുഡൻസ് ഇവിടെ വന്ന് പഠിക്കുന്നുണ്ടായിരുന്നു. The Great Mosque constructed by Kangan Musa at Timbuktu was the leading center of Islamic studies during the medieval period. ഇവിടെ ടിംബുക്തുവില് ഒരു സർവകലാശാല സ്ഥിതി ചെയ്തിരുന്നു. ആ കാലത്ത്, അതായത് മിഡിൽ ഏജസില് അല്ലെങ്കിൽ മധ്യകാല ലോകത്തിലെ പ്രധാനപ്പെട്ട വിജ്ഞാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ടിംബുക്തുവിലെ ഈ സർവകലാശാല. ലോകത്തിന്റെ, ഞാൻ മുമ്പ് പറഞ്ഞു, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദ്യാർത്ഥികള് അല്ലെങ്കിൽ കുട്ടികള് അവിടെ എത്തിയിരുന്നു. കൂടാതെ അവിടെ കങ്കൻ മൂസ പണി കഴിപ്പിച്ച ഗ്രേറ്റ് മോസ്ക്, അത് മധ്യകാല ഘട്ടത്തിലെ ആഫ്രിക്കയിലെ പ്രധാനപ്പെട്ട ഒരു ഇസ്ലാമിക പഠന കേന്ദ്രം കൂടിയായിരുന്നു ഇത്. അവിടെ ഒരു വർക്ക് ഷീറ്റ് കൊടുത്തേക്കുന്ന കണ്ടോ നിങ്ങൾ? രണ്ട് മീഡിയംകാരും കണ്ടു സാർ. കണ്ടു സാർ. ഓക്കെ. The journey of Kangan Musa to Mecca in the year 1324 is world famous. He, along with his retinue, with them kilograms of the gold. On the way he gave alms to the poor and donated to the mosque and the pilgrims. The journey was also intended to invite teachers and religious scholars to the Mali Empire. Ibn Battuta considered Kangan as the richest of the medieval world.
അവിടെ കണ്ടോ? മക്കയിലേക്കുള്ള കങ്കൺ മൂസയുടെ യാത്ര ഏതാണ്ട് 1324 1324 അദ്ദേഹം കങ്കൺ മൂസ മക്കയിലേക്ക് നടത്തിയ യാത്ര വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്, ലോകപ്രസിദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അവര് വെറുതെ എല്ലാം അങ്ങോട്ടേക്ക് പോയത്. അവരുടെ കൈവശം കിലോ കണക്കിന് സ്വർണക്കട്ടിയും ഉണ്ടായിരുന്നു. അങ്ങനെ അവരെ യാത്ര തിരിക്കുകയും അങ്ങനെ യാത്രയിൽ അതേപോലെ തന്നെ തീർത്ഥാടകരായിട്ടുള്ള ആളുകൾക്കും സ്വർണം അവര് ദാനമായിട്ട് നൽകി. കൂടാതെ മാലി സാമ്രാജ്യത്തിലേക്ക് അധ്യാപകർ അതേപോലെ തന്നെ മതപണ്ഡിതര് എന്നിവരെ ക്ഷണിക്കുന്നതിന് വേണ്ടി കൂടിയായിരുന്നു അവരുടെ യാത്ര. ഇബൻ ബത്തൂത്ത, പ്രശസ്ത സഞ്ചാരിയായിട്ടുള്ള ഇബൻ ബത്തൂത്ത മധ്യകാല ആഫ്രിക്കയിലെ സമ്പന്നനായ ഭരണാധികാരിയായിട്ടാണ് അദ്ദേഹം കങ്കൺ മൂസയെ ഇബൻ ബത്തൂത്ത വിശേഷിപ്പിക്കുന്നത്. ഇത്രയും മനസ്സിലായല്ലോ? എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല സാർ. നമ്മള് ഈ പാഠത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഒരു പക്ഷെ ഇന്നുകൊണ്ട് എന്താണ് ഇബൻ ബത്തൂത്ത ആരാ? ഇബൻ ബത്തൂത്ത ഒരു സഞ്ചാരിയാണ്. നിങ്ങള് 7ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും ഈ പേര്. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇബൻ ബത്തൂത്ത? അദ്ദേഹം നാവിലോകറാണ്, അതായത് ഒരു സഞ്ചാരിയാണ് കേട്ടോ. അതേപോലെ തന്നെ ഒരു ചരിത്രകാരനും കൂടാണ് ഇബൻ ബത്തൂത്ത. മനസ്സിലായോ? മനസ്സിലായി സാറേ. മ്യൂട്ട്. ഇനി ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മള് ഈ പാഠഭാഗത്തിന്റെ അവസാനത്തെ ടോപ്പിക്കിലേക്ക് കിടക്കണേ, ചൈന ആൻഡ് ജപ്പാൻ. ഓക്കെ ഓക്കെ സാർ. were the country in Asia where efficient administrative system existed during the medieval period. Locate these countries in map. The map. അതായത് ഭൂപടത്തിൽ നിന്നും ഈ രാജ്യങ്ങൾ എവിടെയൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക എന്നാണ് പറയുന്നത്. In the initial stage of the medieval period, China was ruled by the Tang dynasty. The sovereignty of the country was vested in the emperor. State officials were after the conducting examinations based
of the criteria. Educations and excellent. The Tang rulers were tolerance towards were religions and were great promoters of the trade and commerce. After the Tang dynasty, China was ruled by the Song, Ming and Manchu dynasty. (455) Song, Sang, (9e volume) the emperor was supreme head in political affairs, but the administrations overhauled by the feudal lords known as shoguns. Land was under their control. It was under the shoguns that Tokyo emerged as the centers of power. ഇവിടെ ചൈനയും ജപ്പാനും മധ്യകാലഘട്ടത്തിൽ ഏഷ്യയിൽ നിലനിന്നിരുന്ന രണ്ട് ശക്തമായിട്ടുള്ള ഭരണകേന്ദ്രങ്ങളായിരുന്നു. മേൽ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ചൈനയും ജപ്പാനും. ഉണ്ട് സാർ. ഓക്കെ, കേട്ടിട്ടുണ്ട് സാറേ. മ്യൂട്ട് ചെയ്തോളൂ. അപ്പം ഭൂപടം അവിടെ കൊടുത്തിട്ടുണ്ട്. വേൾഡ് മാപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടാവും, അല്ലെങ്കിൽ നെറ്റിൽ നിന്ന് പറഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യുക. ആ ഭൂപടത്തിൽ നിന്നും ഈ പറയുന്ന രണ്ട് പ്രദേശങ്ങൾ കണ്ടെത്താനായിട്ടൊന്ന് ശ്രമിക്കുക കേട്ടോ. ഓക്കെ സാർ. ഓക്കെ സാർ. മധ്യകാലഘട്ടത്തിന്റെ ആദ്യ സമയത്ത് ചൈന ഭരിച്ചിരുന്നത് ടാങ് എന്ന് പറയുന്ന രാജവംശമാണ്. ചക്രവർത്തിയിൽ നിക്ഷിപ്തമായിരുന്നു ആ രാജ്യത്തിന്റെ പരമാധികാരം. അതായത് ചക്രവർത്തിയായിരുന്നു അവിടുത്തെ പരമാധികാരി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മനസ്സിലായോ? മനസ്സിലായി സാർ. അവിടെ ഉദ്യോഗസ്ഥന്മാരെ തെരഞ്ഞെടുത്തത് മത്സര പരീക്ഷകളിലൂടെയാണ്. മനസ്സിലായോ? അവിടെ ഉദ്യോഗസ്ഥന്മാരെ തെരഞ്ഞെടുത്തിരുന്നത് എക്സാമിനേഷനിൽ കൂടെയൊക്കെ ആയിരുന്നു. കൂടാതെ അവർക്ക് മതസഹിഷ്ണുത പുലർത്തിയിരുന്നവരായിരുന്നു ഈ വംശക്കാര്. അതേപോലെ തന്നെ ട്രേഡിനെ
പ്രൊമോട്ട് ചെയ്തവരായിരുന്നു. കച്ചവടത്തെ പ്രോത്സാഹിപ്പിച്ച ഭരണാധികാരികൾ കൂടിയായിരുന്നു ഇവര്. ഈ താങ് രാജവംശത്തെ തുടർന്ന് സോങ്, മിങ്, മാഞ്ചു രാജവംശങ്ങളാണ് ചൈന ഭരിച്ചത്. അതേപോലെ തന്നെ മധ്യകാലത്തിൽ ജപ്പാനിലും ഏറ്റവും ഉയർന്ന പദവി വഹിച്ചിരുന്നത് ചക്രവർത്തിയായിരുന്നു. എന്നാൽ ചൈനയിൽ നിന്നും വ്യത്യസ്തമായിട്ട് അവിടെ രാജാവിന് അധികാരം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ അധികാരങ്ങളൊക്കെ കൈയാളിയിരുന്നത് ഷോഗൺ എന്ന് പറയുന്ന പ്രഭുക്കന്മാരായിരുന്നു. അതേപോലെ തന്നെ ഷോഗണുകൾക്കായിരുന്നു അവിടുത്തെ ഭൂമിയുടെ നിയന്ത്രണം. ടോക്കിയോ, ഈ ടോക്കിയോ ആ ടോക്കിയോയുടെ വികാസം അല്ലെങ്കിൽ അതൊരു ഭരണകേന്ദ്രമായി വികസിച്ചു വന്നതും ഇക്കാലത്താണ്. ഞാൻ നിങ്ങൾക്ക് ഒരു വർക്ക് തരികയാണ്, എഴുതിയെടുത്തോളുക. ദ കമ്പയർ പൊളിറ്റിക്കൽ സിസ്റ്റം ഇൻ ജപ്പാൻ ആൻഡ് ചൈന. The compare political system in Japan and China. ചൈനയിലെയും ജപ്പാനിലെയും രാഷ്ട്രീയ സ്ഥിതി താരതമ്യം ചെയ്യുക. മലയാളം മീഡിയം എഴുതുക. ഇപ്പോഴത്തെ ആണോ പണ്ടത്തെ ആണോ? ഇപ്പോഴത്തെ അല്ല മോനെ, നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന മിഡിൽ ഏജസിലെ അല്ലേ. ഇപ്പോഴത്തെ നമുക്ക് വേണ്ട കേട്ടോ. നമുക്ക് വേണ്ടത് ഏതാ? മിഡിൽ ഏജസിലെയാണ്. മിഡിൽ ഏജസിലെ. നിങ്ങൾക്ക് എവിടെ നിന്നും വിവരങ്ങൾ ശേഖരിക്കാം. ആവശ്യമായ സോഴ്സുകളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഇന്റർനെറ്റ് ഉൾപ്പെടെ കേട്ടോ. ഇംഗ്ലീഷ് ആണോ മോനെ? മലയാളം. ചൈനയിലെയും ജപ്പാനിലെയും രാഷ്ട്രീയ സ്ഥിതി താരതമ്യം ചെയ്യുക. മധ്യകാലഘട്ടത്തിലെ ചൈനയിലെയും മധ്യകാലഘട്ടം ഞാൻ പറഞ്ഞില്ലെന്ന് തോന്നുന്നു, സോറി. മധ്യകാലഘട്ടത്തിലെ ചൈനയിലെയും ജപ്പാനിലെയും രാഷ്ട്രീയ സ്ഥിതി താരതമ്യം ചെയ്യുക. ഇത് നോട്ടിൽ എഴുതണോ? നോട്ട്ബുക്കിൽ എഴുതി വെച്ചേക്കെ. റഫ് ബുക്ക് ഉണ്ടോ? റഫ് ബുക്ക് കാണത്തില്ലേ? തൽക്കാലം റഫ് ബുക്കിലോട്ട് എഴുതി, നോട്ട്ബുക്കിൽ തൽക്കാലം. എടാ എഴുതിയില്ല. കമ്പയർ പൊളിറ്റിക്കൽ സിസ്റ്റം ചൈന ആൻഡ് ജപ്പാൻ ഇൻ മിഡിൽ ഏജസ്. കമ്പയർ ദ പൊളിറ്റിക്കൽ സിസ്റ്റം ചൈന ആൻഡ് ജപ്പാൻ ഇൻ മിഡിൽ ഏജസ്. എഴുതിയാ? എഴുതി. ഓക്കെ. സമയം എത്രയും മക്കളെ? 8:30. സാർ. തൽക്കാലം നമുക്ക് ഈ ചാപ്റ്റർ ഇന്നുകൊണ്ട് തീർക്കണ്ട. തൽക്കാലം ഇവിടെ വെച്ച് നമുക്ക് നിർത്താം. ഓക്കെ സാർ. താങ്ക് യു സാർ. ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്. ശ്രദ്ധിച്ചായിരുന്നോ നിങ്ങള്? കണ്ടു സാർ. ക്ലാസ് ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് എന്റെ ക്ലാസ്, ആ ദിവസങ്ങളിൽ എന്റെ ക്ലാസ് ഉണ്ടെന്ന് അവരോട് പറഞ്ഞേക്കണം. ഓക്കെ 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 സാർ. സാറേ ഞാൻ 2 ദിവസമായിട്ട് കേറിയില്ലായിരുന്നു സാറേ. എടാ അതിന്റെ ലിങ്ക് നിനക്ക് കാണുന്ന യൂട്യൂബിൽ കിടപ്പുണ്ട്. ഓക്കെ സാറേ.
കേട്ടോ. അവിടെ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, അവിടെ കിടപ്പുണ്ട്. ഇല്ല എങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ ആ ലിങ്ക് എടുത്ത് അയച്ചു തരാം കേട്ടോ. ഓക്കെ സാറേ, ഓക്കെ.